നമ്മുടെ ധ്യാനത്തിന്റെ വിഷയം ലേവ്യ പുസ്തകം 21 അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ബുക്ക് ഓഫ് ലേവി ചാപ്റ്റർ 21 വേഴ്സസ് 10 to 12. ലേവ്യ 21 10 മുതൽ 12 വരെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ആ വേദഭാഗം ഞാൻ ഇങ്ങനെ പറയാം. നമ്മളെക്കുറിച്ചാണ്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണ്. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും, എന്താ ഞാൻ പറഞ്ഞത്? അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി. എന്താ? ഉറക്കെ പറഞ്ഞോളൂ. വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി. ആരാണത്? ആരാണ്? അഭിഷേക തൈലം ആരുടെ തലയിൽ വീണിട്ടുണ്ട് എന്ന്? മാമോദീസയിൽ. വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി. പിന്നെ വാക്യം ഇങ്ങനെ മുന്നോട്ട് പോവുക. ഞാനതിന് തുടക്കം മാത്രമേ വായിക്കുന്നുള്ളൂ. തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അവിടെ ഇങ്ങനെ വാക്കി, അതിന്റെ അവസാനം മാത്രം ഞാൻ പറയാം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായവൻ ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കരുത്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കരുത്. അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ തലമേൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതാണ്, ഈ വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവൻ എന്ത് അശുദ്ധമാക്കരുത്? എന്ത് അശുദ്ധമാക്കരുത്? ദൈവത്തിന്റെ മന്ദിരം. അതേതാ? പള്ളി. അശുദ്ധമാക്കരുത്. ബാക്കി ഇങ്ങനെയാണ്, അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമെന്ന സംസ്കാരം അവന്റെ തലമേൽ ഇരിക്കുന്നു. എന്താ? ഇതൊരു സംസ്കാരമാണ്. നമ്മളെല്ലാം എത്ര മീറ്റർ തുണി ഇട്ടിട്ടുണ്ട്? ഇപ്പോഴുള്ള കാര്യമല്ല. ഓരോ ഞായറാഴ്ചയും രാവിലെ എത്ര മീറ്റർ തുണി ഇടും? 5 ഉണ്ടോ? 5 തികച്ചില്ല, പോകട്ടെ. 5 4 4 ആയിക്കൊള്ളട്ടെ. ഈ 4 മീറ്റർ തുണി എന്താണ്? ഒരു സംസ്കാരമാണ്. എന്താ അച്ഛൻ പറഞ്ഞത്? ഈ 4 മീറ്റർ തുണി അഥവാ ഈ ശുശ്രൂഷ കുപ്പായം എന്താണ്? ഇത് അച്ഛൻ പറഞ്ഞതാണോ? മറിച്ച് ആര് പറഞ്ഞതാ? ആര് പറയുന്നതാ? വചനം പറയുന്നതാ, മോശ പറയുന്നതാ. എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ട നമ്മൾ ഒരു സംസ്കാരത്തിന്റെ ഉടമയാകണം. ഈ വസ്ത്രം ഒരു സംസ്കാരമാണ്. ഇതാണ് ഇന്നത്തെ ഈ നിമിഷങ്ങളിലെ ധ്യാനത്തിനു വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വാക്യം മനസ്സിലായോ? ഇത് കുറിച്ചു വെച്ചോ? കുറിച്ചു വെച്ചോർന്ന് കൈവക്കിക്കേ. കുറിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പുള്ളവരൊക്കെ കൈവക്കിയിട്ടുണ്ട്. ഇതൊരു സംസ്കാരമാണ്. ശുശ്രൂഷകൻ. ഈ ശുശ്രൂഷ എന്ന പദം ശരിക്കും ഉണ്ടാകുന്നത് 2 സംസ്കൃത പദങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തെ പദം സ്വേദം എന്നാണ്. എന്താണ്? എന്താ? സ്വേദം. രണ്ടാമത്തേത് ഇച്ഛ. എന്താണ്? ഒന്ന് ഉറക്കെ പറയുമോ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്? ഈ ഒരു ശബ്ദം. ഒന്ന്, സ്വേദം എന്ന സംസ്കൃത പദത്തിന് മലയാളത്തിൽ ശ്രവണം എന്നാണ് അർത്ഥം. എന്താ? ശ്രവണം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? കേൾക്കുക. സ്വേദം അധികം ഇച്ഛ സമം ശുശ്രൂഷ. ഈ പദം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിലെ അർത്ഥം എന്താ? ശ്രവണം അധികം ആഗ്രഹം. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആഗ്രഹം. കേൾക്കുവാനുള്ള ആഗ്രഹം. എന്താ? ശരിക്കും ഇപ്പൊ പഠിക്കുക. ശുശ്രൂഷ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കേൾക്കുവാനുള്ള ആഗ്രഹം. ആരെ കേൾക്കുവാൻ? വിശുദ്ധ വചനം പറയുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ശമൂവേൽ ബാലൻ. ആരാണ്? ശമൂവേൽ ബാലൻ ദൈവത്തിന്റെ പെട്ടകം ഇരുന്നിരുന്ന സ്ഥലത്ത് കിടന്നുറങ്ങിയപ്പോ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. എന്തുണ്ടായി? ആരോ വിളിച്ചു, അല്ലെ? 2-3 തവണ വിളിച്ചപ്പോ ഈ നിശബ്ദതയിൽ ഈ വിളി കേട്ടുകൊണ്ട് ശമൂവേൽ ബാലൻ പ്രതികരിച്ചത് എന്താ? യഹോവേ എന്നാ പ്രതികരിച്ചത്? യഹോവേ കൽപ്പിക്കണമേ, അടിയൻ ഉറക്കെ പറഞ്ഞോളൂ. അടിയൻ കേൾക്കുന്നു, അടിയൻ കേൾക്കാം, അടിയൻ കേൾക്കാം എന്ന് പറഞ്ഞ ശമൂവേൽ ബാലൻ ദൈവസന്നിധിയിൽ നിന്ന് കേട്ട് പഠിക്കാനുള്ള ആഗ്രഹമല്ല ഏറ്റവും വലിയ ശുശ്രൂഷ? നമുക്ക് പക്ഷേ മൈക്കിലൂടെ പറയാനാ താല്പര്യം. ഇവിടെ
എവിടെ? എന്താ ഒന്നും മിണ്ടാത്ത? എന്നോട് പിണക്കുണ്ടോ? നമുക്ക് പറയാനാ താല്പര്യം. ഇതിൽ കൂടെ എവിടെ? മദ്ബഹയിൽ. ശരിക്കും ശുശ്രൂഷ എന്നത് സ്വേദം അധികം ഇച്ഛ, കേൾക്കുവാനുള്ള ആഗ്രഹം. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ധ്യാനത്തിൽ പങ്കുവയ്ക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ലേവ്യ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സംസ്കാരമാണ്. ഇറ്റ്സ് എ കൾച്ചർ. ഈ വസ്ത്രം, ഈ 4 മീറ്റർ തുണി എന്താണ്? ഒരു വലിയ സംസ്കാരമാണ്. നാം വളർത്തേണ്ട 6 സംസ്കാരങ്ങളെ കുറിച്ചാണ് ഒരു ശുശ്രൂഷകൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും കണ്ടെത്തി വളർത്തേണ്ട 6 സംസ്കാരങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ആ താല്പര്യം, കേൾക്കുവാനുള്ള ആഗ്രഹം നിലനിർത്തണം. ഒരു ശുശ്രൂഷകൻ, അവന്റെ ശുശ്രൂഷയും അവന്റെ വേഷവും ഒരു സംസ്കാരമാണെങ്കിൽ, അവൻ വിശുദ്ധ വചനത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് കണ്ട് പഠിക്കേണ്ട 6 സംസ്കാരങ്ങൾ. മനസ്സിലായോ? ഓരോന്നും കേൾക്കണം. ഓരോന്നും ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം, നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചിടണം. ഈ ധ്യാനത്തിന്റെ അവസാനം നിങ്ങൾ എന്നോട് പ്രതികരിക്കുകയും വേണം. സമ്മതിച്ചോ? യെസ് ഓർ നോ? യെസ്. 1, ഒരു ശുശ്രൂഷകൻ, എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു ശുശ്രൂഷകർ മുതൽ പ്രായമുള്ളവർ കുറച്ചെങ്കിലും ഇതിനകത്തുണ്ട്. നമ്മൾ കണ്ടുപഠിക്കേണ്ട വിശുദ്ധ ബൈബിളിലെ 1ാമത്തെ സംസ്കാരം ഇസഹാക്കിന്റെ സംസ്കാരമാണ്. ഇസഹാക്കിന്റെ സംസ്കാരം. ജനസിസ് ചാപ്റ്റർ 22, ഉൽപ്പത്തി 22ാമത്തെ അധ്യായം. ആരുടെ സംസ്കാരം? കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഇസഹാക്കിന്റെ സംസ്കാരം. ഞാൻ നിങ്ങളോട് പറയുന്ന ശബ്ദത്തിന്റെ അതേ ആവൃത്തിയിൽ എനിക്കും തിരിച്ചു കിട്ടാൻ അർഹതയുണ്ടോ? എനിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടെങ്കിൽ മറുപടി പറയോ? 1, ഇസഹാക്കിന്റെ ആ സംസ്കാരം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇസഹാക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ളത് ആരാണ്? അബ്രഹാമുമൊത്ത് ഏത് മല കയറാൻ പോകുന്നു? മോറിയ മല കയറിപ്പോയി അവിടെ ഇസഹാക്കിനെ എന്ത് ചെയ്യാൻ വേണ്ടി ഒരുക്കുന്നുണ്ട്? ഈ സംഭവം അറിയാലോ, എല്ലാവർക്കും അറിയാം. ഇസഹാക്കിന്റെ സംസ്കാരം ഒരു ശുശ്രൂഷകന്റെ സംസ്കാരമാണെന്ന് പറയാൻ കാരണം എന്തെന്നറിയാം? മലയ്ക്ക് താഴെ ചോദ്യങ്ങളുണ്ട്, മലയ്ക്ക് മുകളിൽ ചോദ്യങ്ങളില്ല. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് കേൾക്കണം. മലയ്ക്കു താഴെ ചോദ്യങ്ങളാകാം, മലയ്ക്ക് മുകളിൽ ചോദ്യങ്ങളില്ല. ഏത് മല? യെസ്, മോറിയ മല. ഈ മോറിയ മലയെ ഇപ്പോൾ ഞാൻ വിളിക്കുന്ന പേര്, ഈ മോറിയ മലയിൽ എന്ത് നടക്കാൻ പോകുക? ഇപ്പോ ബലി നടക്കുന്ന സ്ഥലം ഏതാണ്? മദ്ബഹ, ദാബാഹ്, ബലി കഴിക്കുന്ന സ്ഥലമാണ്. ബലി നടക്കുന്ന മോറിയ ഇപ്പോൾ ബലിപീഠമാണ്, മദ്ബഹയാണ്. അങ്ങനെയെങ്കിൽ മോറിയ കയറുന്ന ഇസഹാക്കിനെ കുറിച്ച്, ഇസഹാക്കിന്റെ സംസ്കാരത്തെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ പഠിക്കാൻ 1ാമത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മല കയറുമ്പോൾ ചോദ്യങ്ങളാകാം, മലയ്ക്കു താഴെ, മലയ്ക്ക് മുകളിൽ എന്തില്ല? എന്താ ഇത് പറയാൻ കാരണം എന്നറിയാം? അധികാലത്ത് അബ്രഹാമിന്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു കൊച്ചു ചെറുക്കൻ. ആര്? ഇസഹാക്ക്. പോകുമ്പോ ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പാ, തീയും വിറകുമുണ്ട്, എവിടെ ഹോമയാഗത്തിനുള്ള ആട്? എവിടെ? എങ്ങനെയാണിത് നടക്കുക? ഇതെപ്പം നടക്കും? ഇങ്ങനെ പോയാ മതിയോ? അപ്പനോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആര്? എവിടെയാ? മോറിയ മലയ്ക്ക് താഴെ. എന്നാൽ മോറിയ മലയ്ക്ക് മുകളിൽ ചെല്ലുമ്പോ ബലിപീഠം അടുക്ക് ഈ കുഞ്ഞിനെ കൈയും കാലും കെട്ടി കിടത്തുമ്പോ ഈ കുഞ്ഞു വല്ലതും ചോദിക്കുന്നുണ്ടോ? ഉണ്ടോ? ശരിക്കും ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എവിടെയാ? അവിടെ തന്നെയാ. എന്റെ അപ്പ, എന്നാലും അപ്പൻ എനിക്ക് ഈ 8ന്റെ പണി തന്നല്ലോ. നമ്മളാണെങ്കിൽ എപ്പോ അപ്പനെ കളിപ്പിച്ചിട്ട് എവിടെ വന്നെന്ന് ചോദിച്ചാൽ മതി, താഴെ വന്നെന്ന് ചോദിച്ചാൽ മതി. ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ടോ മുകളിൽ എന്തെങ്കിലും? ഒത്തിരി ചോദ്യങ്ങളുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ചോദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മദ്ബഹ ശുശ്രൂഷകരെ, നമ്മൾ സാധാരണ അൽമായരെ പോലെ അല്ല, സാധാരണ ജനത്തെ പോലെയല്ല. സാധാരണ ജനം ഒത്തിരി സംസാരിച്ചേക്കാം പള്ളിയിൽ, അവർ താഴെ സംസാരിക്കും, അവർ ചിലപ്പോ വാക്കിനെ സൂക്ഷിച്ചെന്ന് വരത്തില്ല. പള്ളി മുറ്റത്തും പള്ളിപ്പറമ്പിലും പൊതുയോഗത്തിലും ഒക്കെ പലതും സംസാരിച്ചെന്നിരിക്കും, ഇല്ലേ? പക്ഷേ അത് മല കയറാത്തവരാണ്. മല കയറാത്ത ഇസഹാക്കാണ് താഴത്തെ ജനം. മല കയറിയ ഇസഹാക്ക് ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ മല കയറാത്തവരോ കയറിയവരോ?
കയറിയവരാണെങ്കിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എവിടെ ചോദിക്കരുത്? മദ്ബഹായിൽ മാത്രമല്ല, ആത്മീക ജീവിതത്തിൽ മറുതലിപ്പുകൾ പാടില്ല എന്നാണ്. മറുതലിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? കൗണ്ടർ ക്വസ്റ്റ്യൻസ്. മറുതലിച്ചു നിൽക്കരുത്. ദൈവസന്നിധിയിൽ മല കയറിയവർ ദൈവ മുൻപാകെ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. അവിടെ വേണ്ടാധീനങ്ങൾക്കൊന്നും പോകരുത്. വേണ്ടാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സംശയം ചോദിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് നിന്നെ തന്നെ പരുവപ്പെടുത്തി മറുതലിപ്പിന്റെ സംസ്കാരം മാറ്റണം എന്നാണ് അർത്ഥം. എന്താ മല കയറിയവരും കയറാത്തവരും തമ്മിലുള്ള വ്യത്യാസം? മല കയറിയാൽ പിന്നെ എന്തില്ല? ചോദ്യങ്ങളില്ല. നമ്മളോ മദ്ബഹായിൽ കയറുന്നുണ്ട്, പക്ഷെ യുവജന പ്രസ്ഥാനത്തിൽ നമ്മുടെ മുഖം എന്താ? അലറുന്ന സിംഹം പോലെ. സൺഡേ സ്കൂളിൽ ടീച്ചറോട് നമ്മുടെ മുഖം എങ്ങനെ? ടീച്ചർക്ക് പാലും വെള്ളത്തിൽ പണി കൊടുക്കാൻ നടക്കുക നമ്മളല്ലേ. ഇത്തിരി മുതിർന്നവരാണെങ്കിൽ പൊതുയോഗത്തിൽ അച്ഛന്റെ നേരെ കയർക്കുക. മല കയറിയവരാണെന്നുള്ള ബോധ്യം നമ്മളില്ല. എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം അത്. ഇതൊരു സംസ്കാരമാണ് മല കയറിയത്. നമ്മളൊക്കെ ഏത് മല കയറിയിട്ടുണ്ട്? ഏത് മല? ഉറക്കെ പറയൂ. ഏത് മല? മോറിയ കയറുമ്പോൾ അബ്രഹാമിന്റെ കയ്യിൽ എന്തുണ്ട്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കത്തി, രണ്ട് വിറക് അബ്രഹാമിന്റെ കയ്യിലല്ല, ഇസ്ഹാക്കിന്റെ തോളില. അബ്രഹാമിന്റെ കയ്യിൽ അഗ്നിയുണ്ട്. അബ്രഹാമിന്റെ അകത്തും പുറത്തും അഗ്നിയാണ്. അകത്ത് തന്റെ മകനെ ബലി കൊടുക്കുന്ന സംഘർഷത്തിന്റെ അഗ്നി, പുറത്ത് ബലിക്കുള്ള അഗ്നി. അകത്തും പുറത്തും അഗ്നിയുമായി മല കയറിയ ഒരു അപ്പനുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമോ, പരിശുദ്ധ മദ്ബഹ എന്ന മല കയറുമ്പോ നമ്മുടെ അകത്തും പുറത്തും എന്തു വേണം? അഗ്നി ഉണ്ടോ? നമ്മളത് ബാറക്കബോറിന്റെ വാത്സല്യമുള്ളവരെ പരിശുദ്ധ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന നമ്മൾ ചൊല്ലുമ്പോ പോലും ഒരു അഗ്നിയില്ല. പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിക്കാൻ പോവാണെന്ന് ചൊല്ലത്തില്ലേ? ബാറക്കുബോറിന്റെ വാത്സല്യമുള്ളവരെ എന്ന് ചൊല്ലത്തില്ലേ? അതൊരു അനൗൺസ്മെന്റ് ആണ്. അവിടെ പോലും നമ്മൾ ചൊല്ലുന്നതിനകത്ത് പോലും നമുക്ക് എന്തില്ല? അഗ്നിയില്ല. ഇങ്ങനെ വളരെ പാസീവായിട്ട് എന്റെ വാത്സല്യമുള്ളവരെ താഴോട്ടാ പറയുക. മല കയറുന്നവർക്ക് അഗ്നി ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഇസഹാക്ക് ചുമന്ന വിറക് കഷ്ണങ്ങൾ അവിടെ എന്തായി തീർന്നു? നിങ്ങൾ പറ. ഇസഹാക്ക് മല കയറുമ്പോ തോളിൽ എന്തുണ്ടായിരുന്നു? വിറക്. തിരിച്ചിറങ്ങുമ്പോ തോളിൽ വിറകുണ്ടോ? എന്തു പറ്റി? ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആ വിറകിന്റെ മാറ്റം എന്ത് രൂപാന്തരം ആ വിറകിനുണ്ടായത്? എന്താ? ചാരമായി, ചാമ്പലായി. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവ ശുശ്രൂഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളാകുന്ന വിറകുകെട്ടുകളുണ്ടാകാം. സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ജീവിതത്തിലെ സംഘർഷങ്ങൾ ഉണ്ടാകാം. ഈ സംഘർഷങ്ങൾ എന്ന ഭാരവുമായിട്ട് നിങ്ങൾ മദ്ബഹായിലേക്ക് യഥാർത്ഥ അഗ്നിയും പേറി കയറിയാൽ തിരിച്ചിറങ്ങുമ്പോ, ഓരോ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഭാരം എന്ത് ചെയ്തു പോവും? ചാമ്പലായി പോകും. ഇതൊരു വലിയ സംസ്കാരമാണ്. ഞാൻ പറഞ്ഞു ഈ ധ്യാനത്തിൽ ഒന്നാമതായി, ശുശ്രൂഷ ഒരു സംസ്കാരമാണെങ്കിൽ, ഈ വസ്ത്രം ഒരു സംസ്കാരമാണെങ്കിൽ, ഈ അഭിഷേക തൈലം ഒരു സംസ്കാരമാണെങ്കിൽ, പ്രിയപ്പെട്ട ശുശ്രൂഷക, മല കയറുന്നതിന് മുമ്പ് മറുതലിപ്പും ചോദ്യങ്ങളുമുണ്ട്. മല കയറിയാൽ പിന്നെ എന്തില്ല? ചോദ്യങ്ങളും മറുതലിപ്പുമില്ല. എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ ആരെങ്കിലും വേണ്ടാത്ത മറുതലിപ്പിന്റെ ജീവിതാനുഭവങ്ങൾ വീട്ടിലോ പള്ളിയിലോ ഉണ്ടെങ്കിൽ, ഇസഹാക്കിന്റെ സംസ്കാരം ഒരു തീരുമാനമായി എടുക്കണം. ഇസഹാക്കിന്റെ സംസ്കാരം ജീവിതത്തിൽ ഏറ്റെടുക്കണം. മനസ്സിലായോ? അതുകൊണ്ട് വീട്ടിൽ ചേട്ടനോട്, പെങ്ങളോട്, അപ്പനോട്, പപ്പായോട്, മമ്മിയോടൊക്കെ വേണ്ടാത്തൊരു പറഞ്ഞിട്ട് നീ ആ മല കയറാൻ പോകരുത്. മല കയറിയവർക്ക് പിന്നെ മറുതലിപ്പില്ല. മനസ്സിലായോ മോനെ? മനസ്സിലായി. 2, ഈ വസ്ത്രം എന്താണ്? ഉറക്കെ പറഞ്ഞോളൂ. ഒരു ശബ്ദമൊന്നുമില്ല, ഉഷാറൊന്നുമില്ലല്ലോ. ഒരു സംസ്കാരമാണെങ്കിൽ, രണ്ടാമത് വിശുദ്ധ വചനത്തിൽ നിന്നും നാം കണ്ടുപഠിക്കേണ്ട സംസ്കാരം കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരമാണ്. കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരമാണ്. നിങ്ങൾക്കറിയാം ഏത് പുസ്തകമാണ്, ഏത് സുവിശേഷമാണ് കാനാവിലേത്? യോഹന്നാൻ. അവിടെ മാത്രമേ അതുള്ളൂ. മിടുക്കൻ. ഏത് ചാപ്റ്ററാണ്? സെയിന്റ് ജോൺ ചാപ്റ്റർ 2. സെയിന്റ് ജോൺ ചാപ്റ്റർ 2. യോഹന്നാൻ 2. ശുശ്രൂഷ ഒരു സംസ്കാരമാണെങ്കിൽ നാം കണ്ടെത്തേണ്ട രണ്ടാമത്തെ സംസ്കാരം, വചനത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ സംസ്കാരമാണ് ഏത്?
ഇത്തിരിയോടൊക്കെ പറഞ്ഞോളൂ. കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരം. ഈ വീഞ്ഞിന്റെ പ്രത്യേകത എന്നറിയാമോ? വീഞ്ഞിന്റെ പ്രത്യേകത എന്താ? വീഞ്ഞ് കുടിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ അച്ഛന്മാരാരും ഞങ്ങൾക്കത് തരാറില്ല. കുർബാന കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ ബുർക്സ വാഴ്ത്തി മുറിച്ച് തന്നിട്ട് അച്ഛൻ ആ കാസായിൽ നിന്ന് മുഴുവൻ കഴിക്കും അല്ലേ? കണ്ണിച്ചോരയില്ലാത്ത അച്ഛൻ അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾക്കും വീഞ്ഞാർക്കും. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്കറിയാം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ സമയം എടുക്കുന്നില്ല. വീഞ്ഞിന്റെ പ്രത്യേകത എന്താ? ഇരിക്കും തോറും പഴകും തോറും വീര്യം കൂടുന്നതാണ്. എന്താ? ഒന്നുറക്കെ പറഞ്ഞേ. പഴകും തോറും. നിങ്ങളൊന്ന് ആലോചിച്ചേ, ശുശ്രൂഷകന് കാനാവില് വീഞ്ഞിന്റെ സംസ്കാരം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ കാനാവിലെ കല്യാണപ്പന്തലിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യം വിളമ്പിയ വീഞ്ഞ്, പിന്നീട് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയ വീഞ്ഞ്, 2 തരം വീഞ്ഞുണ്ടായിരുന്നു. അവസാനം വിളമ്പിയ വീഞ്ഞ് ആദ്യം വിളമ്പിയ വീഞ്ഞിനേക്കാൾ എന്തായിരുന്നു? നല്ലതായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിയും തോറും, അവസാനിക്കും തോറും, തീരാറാകും തോറും വീഞ്ഞ് എന്തായി വന്നു? നല്ലതായി വന്നു. വീഞ്ഞിന്റെ സംസ്കാരം പഴകും തോറും ഗുണപ്പെടുന്ന സംസ്കാരമാണ്. ഒരു ശുശ്രൂഷകന്റെ സംസ്കാരം എന്തായിരിക്കണമെന്നറിയാം? പഴകും തോറും വീര്യം എന്ത് ചെയ്യണം? കൂടണോ കുറയണോ? ശരിക്കും സത്യം പറ. മദ്ബഹായിൽ കയറിയിട്ട് എത്ര നാളായി? 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൈവക്കാമോ? ഒരാളുണ്ട്, ഒരു അപ്പച്ചനുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ, 2 പേരുണ്ട്. 25 പോകട്ടെ, ഞാൻ കണക്കൊന്നും എടുക്കില്ല. ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ. ബാക്കിയുള്ളതൊക്കെ അതിൽ താഴെയുള്ളവരാ. ഞാൻ ശരിക്കും ഒരു ചോദ്യം ചോദിക്കട്ടെ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് പറയുന്നത് പോലെ മദ്ബഹ മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. പഴകും തോറും വീര്യം കൂടിയിട്ടുണ്ടോ കുറഞ്ഞോ? സത്യം പറയണം. ആരും ഒന്നും ചെയ്യില്ല. ശരിക്കും സത്യം പറഞ്ഞാലാണ് അച്ഛന് സന്തോഷമാകുക. പഴകും തോറും വീര്യം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു മദ്ബഹ ശുശ്രൂഷകൻ, അവൻ എവിടെയോ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ്. ലീവിന് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് മദ്ബഹായി കയറാത്തത്? ഇപ്പൊ പണ്ട് കയറുന്ന ആളായിരുന്നല്ലോ. അപ്പൊ അവൻ പറഞ്ഞതെന്നറിയാം, അതിനോടുള്ള ക്രൈസ് ഒക്കെ തീർന്നച്ച. ഈ വാക്കയാൾ ഉപയോഗിച്ചത്. എന്താ പറഞ്ഞത്? അതിനോടുള്ള ക്രൈസ് ഒക്കെ തീർന്നച്ചാണ്. ഈ വാക്ക് ശരിയാണോ? ക്രൈസ് എന്തിനോടുള്ളതാ? ഇഷ്ടം. ഒരു മൊബൈൽ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് തരുന്ന ഏതൊരു പദാർത്ഥവും, ലോകം തരുന്ന ഏത് സംഗതികളെ നമുക്ക് ക്രൈസ് എന്നോ ഒക്കെ വിളിക്കാം. ആ സഹോദരൻ പറയുക, അച്ഛാ അതിനോടുള്ള ക്രൈസ് ഒക്കെ കഴിഞ്ഞു എന്ന്. ശരിക്കും നമുക്കും കഴിഞ്ഞു പോകുന്നുണ്ടല്ലേ? പഴകും തോറും നമ്മുടെ വീര്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഒരു ശുശ്രൂഷകന് ലേവ്യ പുസ്തകം പറയുന്നത് പോലെ അഭിഷേക തൈലം തലയ്ക്ക് മുകളിലെ സംസ്കാരമാണെങ്കിൽ, ഈ 4 മീറ്റർ തുണി നിന്റെ ജീവിതത്തിന്റെ സംസ്കാരമാണെങ്കിൽ, ഈ സംസ്കാരത്തിന്റെ 2ാമത്തെ പ്രത്യേകത, ഒരു ശുശ്രൂഷകൻ വിശുദ്ധ വചനത്തിൽ നിന്നും കണ്ടെത്തേണ്ടത് 2ാമത്തെ പ്രത്യേകത, കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. 1 ശമൂവേൽ 2:26 വായിക്കണ്ട, കേട്ടാൽ മതി. 1 ശമൂവേൽ chapter 2 verses 26. അവിടെ പറയുന്നുണ്ട്, ശമൂവേൽ ബാലനോ വളരും തോറും. നിങ്ങൾ ആ വാക്ക് കേൾക്കണം. എന്താ പറഞ്ഞത്? ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളർന്നു. എങ്ങനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വളരും തോറും എന്ന് പറഞ്ഞാൽ പഴകും തോറും, ഓരോ നാൾ കഴിയും തോറും വീര്യം കൂടുന്നയാളായിരുന്നു. ആര്? നമ്മളോ? നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിച്ച് ആ താടിക്കുന്ന കൈ അങ്ങെടുത്ത് എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മുടെ ആരെങ്കിലും ICUവിന്റെ 1000 കുഴലുകൾക്കിടയ്ക്ക് മരിക്കാൻ കിടപ്പുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ എന്തിനാണ് ഇത്ര ഭാരപ്പെടുന്നത്? സന്തോഷത്തോടെ അച്ഛന്റെ മുഖത്ത് നോക്കിക്കോളൂ. പഴകും തോറും വീര്യം കൂടല്ല. നീ ബാഗ് മുറുക്കി കോയമ്പത്തൂരോ ഈറോഡോ ബാംഗ്ലൂരോ ഡൽഹിയിലോ ഇനി ഷാർജയിലോ കുവൈറ്റിലോ എവിടെ പോയാലും തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം ഇതൊരു വലിയ അനുഭവമായിരിക്കണം. കാരണം നമ്മളെ മദ്ബഹായിൽ കയറ്റിയപ്പോ ഈ പടിമേൽ നിന്ന് നമ്മളെ കയറ്റിയ മേൽപ്പട്ടക്കാരൻ അല്ലെങ്കിൽ പുരോഹിതൻ ചൊല്ലിയ സദറാ പ്രാർത്ഥനയിൽ ഒരു വാചകം ഇങ്ങനെയാണ്: കർത്താവേ, ആനന്ദകരമായ നിന്റെ മുഖം
സ്വീകരിപ്പാൻ വേണ്ടി അടുത്തു വന്നിരിക്കുന്ന ഈ നിന്റെ ദാസനെ നീ പുണ്യപ്പെടുത്തണമേ. എന്താ ചൊല്ലിയത്? ആനന്ദകരമായ നിന്റെ നുകം. ഒരിക്കൽ നാം സ്വീകരിക്കുന്ന ആനന്ദത്തിന്റെ നുകമാണത്. ഇത് നുകം എന്ന് പറഞ്ഞാൽ എപ്പോഴും അടിമത്തത്തിന്റെ അടയാളമാണ്. പക്ഷെ ഈ നുകം എന്തിന്റെ അടയാളമാ? ആനന്ദത്തിന്റെ അടയാളമാണ്. നുകം വെച്ച് കെട്ടിയിരിക്കുന്ന, നുകം എന്ന വാക്ക് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല. കാളയുടെ കഴുത്തിൽ നുകം വെച്ച കാളയ്ക്ക് സ്വാതന്ത്ര്യമില്ല, അതൊരു അടിമത്തമാണ്. എന്നാൽ വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകനെ കുറിച്ച് ആ പ്രാർത്ഥനയിൽ, ആ ലിറ്റർജിയിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, കർത്താവേ ആനന്ദകരമായ നുകം. അതുകൊണ്ട് ഇടയ്ക്ക് മുറിച്ചു കളയരുത്. കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരമാണ് എന്റെ കുഞ്ഞേ, എന്റെ സഹോദര, നിന്റെ സംസ്കാരമെന്ന്. പഴയ ചില മനുഷ്യരുണ്ട്, പഴയ ചില അപ്പച്ചന്മാരും ശുശ്രൂഷകരും ഒക്കെ മരിച്ചു കടന്നുപോയപ്പോ പോലും അവർ ആഗ്രഹിച്ചിരുന്നു ഈ 4 മീറ്റർ തുണി ദേഹത്ത് കിടക്കാൻ. ശുശ്രൂഷക വസ്ത്രം ധരിച്ചുകൊണ്ട് ശവപ്പെട്ടിയിൽ കിടന്ന് കബറടക്കപ്പെട്ട ശുശ്രൂഷകന്മാരുണ്ട്. നമ്മളോ കയറി 5, 6, 10 വർഷം കഴിയുമ്പോൾ എവിടെയോ മടക്കി വെക്കുന്നു. പല യുവാക്കളും പറയുന്ന കാര്യമുണ്ട്, അച്ഛൻ ലീവിന് വന്നതാണ്, കുപ്പായ എവിടെയോ ഇരിപ്പുണ്ട്, എവിടാണെന്ന് അറിയില്ല. ചിലരുണ്ട് ലീവിന് വരുമ്പോ കുപ്പായം തപ്പുന്ന എവിടാന്നറിയാം? സ്വന്തം കുപ്പായം സ്വന്തം ഇടവകയിലെ മദ്ബഹായുടെ സൈഡ് റൂമിലെ അലമാരയില്ല. 3 വർഷം മുമ്പ് അവൻ അവിടെ വെച്ചിട്ട് പോയതാ. എവിടെ? സൗദി അറേബ്യയില്. പോയപ്പോ എവിടെ വെച്ചിട്ടാ പോയത്? പള്ളിയുടെ സൈഡ് മുറിയിലെ മദ്ബഹായുടെ സൈഡ് മുറിയിലെ അലമാരെ. തിരിച്ചു വന്ന് എവിടെ തപ്പുന്നത്? അവിടെ. കിട്ടുമോ? അത് കിട്ടില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. എന്തുകൊണ്ട് ഈ കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരം? അതുകൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന 12, 13 വയസ്സ് മുതലുള്ള ശുശ്രൂഷകർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജൂനിയേഴ്സായ ശുശ്രൂഷകര് ഈ സമയം, ഈ ധ്യാന സമയത്ത് ഒരു തീരുമാനം, പരിശുദ്ധ പരിമലപിത പുണ്യവാന്റെ കബറിടത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചൊരു തീരുമാനമെടുക്കുക. ദൈവമേ, എന്റെ തമ്പുരാനെ, ഈ കാനാവിലെ വീഞ്ഞിന്റെ സംസ്കാരം എന്റെ ശുശ്രൂഷ സംസ്കാരമായി ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പഴകും തോറും എന്റെ താല്പര്യം ഞാൻ കൂട്ടും. പഴകും തോറും ഈ ശുശ്രൂഷയോടുള്ള മനോഭാവം, ഈ ശുശ്രൂഷയോടുള്ള താല്പര്യം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത്രയും വീര്യത്തോടെ പറഞ്ഞപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിക്കാതെ ഞാൻ എന്ത് ചെയ്യും? കൂട്ടും. യെസ്, യെസ് എന്നൊന്ന് പറഞ്ഞേ. ഒന്ന് വലത് കൈപൊക്കി യെസ് പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞത് 2 സംസ്കാരങ്ങളെ കുറിച്ചാ. ഈ അഭിഷേക തൈലം ഒരു സംസ്കാരമാണെങ്കിൽ, ഒന്ന് എന്താ പറഞ്ഞത്? മറന്നുപോയോ? ഏതാണ്? ഈസഹാക്കിന്റെ സംസ്കാരം. മലയ്ക്ക് മുകളിൽ ചോദ്യങ്ങളില്ല, മലയ്ക്ക് കീഴെ ചോദ്യങ്ങളാകാം. 2 കാനാവിലെ വീഞ്ഞിന്റെ. 3 പെസഹ കുഞ്ഞാട് ഒരു സംസ്കാരമാണ്. അഭിഷേക തൈലം എന്ന സംസ്കാരം, എന്റെ പ്രിയപ്പെട്ട ഒരു 4 മീറ്റർ വസ്ത്രം എന്ന സംസ്കാരം നാം പഠിക്കുമ്പോ പുറപ്പാട് 12, എക്സോഡസ് ചാപ്റ്റർ 12, അവിടെ പെസഹ കുഞ്ഞാട് ശുശ്രൂഷകൻ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയും സംസ്കാരവുമാണ്. ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ. പഴയ നിയമത്തിൽ പെസഹായ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന കുഞ്ഞാടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ആണാടായിരിക്കണം. അതിന് എത്ര വയസ്സ്? 1 വയസ്സ് പ്രായമുള്ള. കഴിഞ്ഞ പെസഹായ്ക്കൊക്കെ നമ്മൾ പഴമ വായിച്ചത് കേട്ടതാ. എത്ര വയസ്സ്? ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയും ആയിരിക്കണം. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന്റെ പ്രത്യേകത എത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ഏറ്റവും നല്ല സമയത്ത് 1 വയസ്സുള്ള ആടെന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ഏജ് ആണ്, തെറിപ്പൻ പ്രായമാണ്. ആട്ടിൻകുട്ടി അടങ്ങി നിൽക്കുകയല്ല. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല സമയത്ത് തമ്പുരാന് കൊടുക്കുന്നതിന്റെ പ്രതീകമാണ് പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട്. എത്ര വയസ്സ്? 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത എന്ത് കുട്ടി? ആട്ടിൻകുട്ടി. എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഇത് നമുക്കുള്ള സംസ്കാരമാണ്, ഇത് നമുക്കുള്ള മാതൃകയാ. നിന്റെ നല്ല സമയം നീ വെറുതെ കളയരുതേ. നിന്റെ നല്ല സമയത്ത് നീ പരിശുദ്ധ ബലിപീഠത്തിന്റെ ശുശ്രൂഷകനായിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിന്നെ പിറകോട്ട് വലിക്കുന്ന യാതൊന്നും ഉണ്ടാകരുതേ. ഞാൻ ചോദിക്കട്ടെ, തമ്പുരാൻ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12. അവരുടെ ക്വാളിറ്റി എന്താ? അവർക്ക് 12 പേർക്കും മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരുന്നോ? ഡിഗ്രി ഉണ്ടായിരുന്നോ? 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? അവർ വല്ല പുസ്തകം എഴുതിയിട്ടുണ്ടോ? അവരേതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ അവർ 12 പേരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ 12 പേർക്കുള്ള ഒരേ ഒരു പ്രത്യേകത, അവർ 12 പേരും ചെറുപ്പക്കാരായിരുന്നു. ആര്? അവർ 12 പേരും
ഈ ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താ? എന്തിനും അവന്റെ വാക്കിന് വിളമ്പാനും, അവന്റെ വാക്കിന് വാളെടുക്കാനും, അവന്റെ വാക്കിന് വലയിറക്കാനും വേണ്ടി വന്നാൽ അവനോടുകൂടെ മരിക്കാനും ആര് തയ്യാറായിരുന്നു? ഈ 12 പേർ. ഇതായിരുന്നു അവരുടെ ക്വാളിറ്റി. എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായ 12 പേർ. ഇതായിരുന്നു ആ 12 പേരുടെ ക്വാളിറ്റി. നിങ്ങൾ എന്തിനും തയ്യാറാണോ? അടിച്ചു കാച്ചാൻ അറിയാമോ? അറിയില്ല. അടിച്ചു വാരാൻ അറിയാമോ? എവിടം? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യുന്നുണ്ടോ? അടിച്ചു കാച്ചുകയും, അതൊന്ന് പറഞ്ഞേ, അടിച്ചു കാച്ചുകയും അടിച്ചു വാരുകയും ചെയ്യണം. നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. ഇതിനിടക്കേ ഉള്ളൂ. രാവിലെ വരും, പുസ്തകം തുറക്കും, ഇത് കഴിഞ്ഞിട്ട് ആ പുസ്തകം മടക്കി നമ്മൾ വയ്ക്കുമോ? പലപ്പോഴും കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഈ പുസ്തകം തുറന്ന് എവിടെ ഇരിക്കുകയായിരിക്കും? കൃത്യമായൊരു സ്ഥലം ഞാൻ പറയട്ടെ. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ തുറന്നു വെച്ചിട്ട് പോകുന്ന സ്ഥലം സൈഡ് ത്രോണോസ്. ശരിയല്ലേ? അച്ഛൻ കള്ളം പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ എന്തോ ചെയ്തു വെച്ചിരിക്കുക? തുറന്നു വെച്ചിരിക്കുക. അടിച്ചു കാച്ചാനും, ആ ബാക്കിയൂടെ പറ. പിന്നെ അടിച്ചു വാരും. അടിച്ചു വാരാൻ ആരുണ്ട്? യെസ്, ആരോ ഒരാൾ ആ വാക്ക് പറഞ്ഞു. അടിച്ചു വാരാൻ കപ്പ്യാരുണ്ട്. പ്രധാന ശുശ്രൂഷകനോട് ഞങ്ങളുടെ പണിയല്ലോ. അതുകൊണ്ട് നമ്മൾ 7:28 വരും, 10:13 യാത്ര പറയും. എവിടെ നിന്ന്? മന്ദായിൽ നിന്ന്. അച്ഛൻ കാപ്പായി ഊരുന്നതിന് മുമ്പേ നമ്മൾ പോകും. 7:28 രാവിലെ എന്ത് ചെയ്യും? 7:30 തുടങ്ങാം. 7:28 നമ്മൾ എന്ത് ചെയ്യുക? വരിക. ആ 12 പേരുടെ ക്വാളിറ്റി എന്തായിരുന്നു? തമ്പുരാൻ പറഞ്ഞ വലയിറക്കാൻ തയ്യാറായിരുന്നു, തമ്പുരാൻ പറഞ്ഞാൽ വാളെടുക്കാൻ, തമ്പുരാൻ പറഞ്ഞാൽ വിളമ്പാൻ, എല്ലാത്തിനും തയ്യാറായ 12 പേർ. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ എഫർട്ടിനെ. മോശയെ തമ്പുരാൻ വിളിക്കുമ്പോൾ മോശ എന്ത് ചെയ്യുമായിരുന്നു? ആടിനെ മേയ്ക്കായിരുന്നു. ഗിദെയോനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ചക്കിൽ ഗോതമ്പ് പൊടിക്കായിരുന്നു. ദാവീദിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ആടിനെ മേയ്ക്കായിരുന്നു. ഏലീശായെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? 12 ജോഡി കാളകളെ ഉപയോഗിച്ച് പൂട്ടുകയായിരുന്നു. നെഹമ്യാവിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? രാജാവിന്റെ പാനപാത്രം വഹിക്കുകയായിരുന്നു. ആമോസിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? കന്നുകാലിയെ മേയ്ക്കായിരുന്നു. പത്രോസിനെ അന്ത്രയോസിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? മീൻ പിടിക്കായിരുന്നു. യാക്കോബിനെ യോഹന്നാനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? വല നന്ന. ക്രിസ്തു വിളിച്ചതൊക്കെ, തമ്പുരാൻ വിളിച്ചതൊക്കെ ആരെയാ? ക്രിയേറ്റിവിറ്റി ഉള്ളവരെയാ, അവരവരുടെ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുന്നവരെയാ, അവരവരുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നവരെയാ. അതുകൊണ്ട് തമ്പുരാൻ ആവശ്യപ്പെടുന്നവരെ, നിന്റെ ഈ പ്രായത്തിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഏറിയ പങ്കും ഒരു 13 വയസ്സിനും 25-30 വയസ്സിനും താഴെയുള്ളവരാ. 1 വയസ്സ് പ്രായമുള്ള പെസഹ കുഞ്ഞാടിന്റെ സമാനമാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വലിയ സമൂഹം. എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പ്രായം, ഏറ്റവും തെറിപ്പൻ സമയം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റിയും നിങ്ങളുടെ സാധ്യതകൾ മുഴുവൻ ഒരു വസന്തമായി പുറത്തു വരേണ്ട ഒരു കാലത്തില എന്റെ മുമ്പിൽ നീല കസേരയിൽ ഇരിക്കുന്നത്. ആണോ? ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ മുഴുവൻ തമ്പുരാന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാണോ? യെസ് ഓർ നോ? ആണെങ്കിൽ ഒന്ന് വലത് കൈ പൊക്കിക്കേ. പക്ഷെ നമ്മളോ? ഒരു താളമൊന്നുമില്ല. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വലത് കൈ പൊക്കുന്നത് കാണുമ്പോ. പഴയ നിയമത്തിൽ ശുശ്രൂഷകരുടെ ഉദാഹരണം ലേവ്യരാണല്ലോ. ലേവ്യർ സംഖ്യാപുസ്തകം 3:38 പറയുന്നുണ്ട്, സൂര്യോദയത്തിന് നേരെ ലേവ്യർ എഴുന്നേറ്റ് സമാഗമന കൂടാരത്തിന് നേരെ വന്നവരാ. എപ്പോഴാ? സൂര്യോദയത്തിന് നേരെ എഴുന്നേറ്റവരാണ് പഴയ നിയമത്തിലെ ശുശ്രൂഷകർ. നമ്പേഴ്സ് ചാപ്റ്റർ 3:38. നമ്മൾ 6 ദിവസവും നേരത്തെ എഴുന്നേക്കും, താമസിച്ച് എഴുന്നേക്കുന്ന ദിവസം ഏതാ? ഏത് ദിവസാ? യാതൊരു തിരക്കും തോന്നാത്ത പ്രഭാതം ഏതാ? തിങ്കളാണോ? ചൊവ്വയാണോ? പിന്നെ എന്നാ? നമ്മുടെ പൾസർ ഉണ്ടല്ലോ, നമ്മുടെ ആ പൾസർ, അല്ലെങ്കിൽ ആ ഹീറോ ഹോണ്ട, അല്ലെങ്കിൽ ആക്റ്റീവ. 6 ദിവസവും പൊടി പിടിച്ചു കിടക്കുക. 6 ദിവസവും കഴുകാത്ത പൊടി പിടിച്ച വണ്ടി നമ്മൾ വളരെ സാവധാനം കഴുകുന്ന ദിവസം ഏതാ? അതെ തന്നെ. എപ്പോഴാ? ഞായറാഴ്ച രാവിലെ. പിന്നെ പത്രമെല്ലാം വായിച്ചു. പിന്നെ സപ്ലിമെന്റ് കൂടെ ഉണ്ട്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, എല്ലാ നക്ഷത്രഫലവും വായിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് ഇറങ്ങുള്ളൂ? എവിടോട്ട്? നമുക്ക് യാതൊരു തിരക്കും ഇല്ല. ഉണ്ടോ? ഒരു തിരക്കും ഫീൽ ചെയ്യാറില്ല. എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളൊക്കെ ഇരുന്ന് ചിരിക്കുക, അച്ചോ ഞങ്ങളുടെ കാര്യം എത്ര സത്യമായിട്ടും എത്ര കൃത്യമായിട്ടുമാണ് ആര് പറയുക? അച്ഛൻ പറയുക. നമുക്കൊരു താളമില്ല. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന 4 മണിപ്പൂവ് നമ്മെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം?
ആ 4 മണിപ്പൂ നമ്മളോട് പറയാ, എടോ മീശയും വെച്ചോണ്ട് നടക്കുകയാണല്ലോ, ഞാൻ ഒരിക്കലും താളം തെറ്റിക്കാറില്ല, ഞാൻ ഒരിക്കലും 3 മണിക്ക് വിടരാറില്ല, ഞാൻ ഒരിക്കലും 5 മണിക്ക് വിടരാറില്ല, ഞാൻ എപ്പോഴും എത്ര മണിക്കാ? റിതമിക് ലൈഫ്. നിനക്കങ്ങനെ വല്ല സമയമുണ്ടോ? നിനക്ക് പ്രാർത്ഥിക്കാനൊരു സമയമുണ്ടോ? ഉണ്ടോ? കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനൊരു സമയമുണ്ടോ വീട്ടിൽ? ഉണ്ടോ? നമുക്ക് ഒത്തിരി സമയമുള്ള ദിവസം ഒത്തിരി പ്രാർത്ഥിക്കും, ഒത്തിരി സമയം ഇല്ലാത്ത ദിവസം എങ്ങനെ പ്രാർത്ഥിക്കും? ഇനി തീരെ സമയം ഇല്ലാത്ത ഒത്തിരി ക്ഷീണമുള്ള ദിവസം ബെഡിൽ നമ്മൾ ഇരുന്നിട്ട് കിടക്കാൻ നേരം, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാനിതാ മറിയുന്നു. ഒറ്റ വാചകത്തിൽ തമ്പുരാൻ നമ്മളെ അറിയാം, നമുക്ക് ആരെ അറിയാം എന്ന് നമ്മൾ പറയുന്നത്, കർത്താവ് നീ എല്ലാം അറിയുന്നു, ഞാനിതാ. ഇനി അച്ഛൻ പഠിപ്പിച്ചിട്ട് ആമോസിന് വന്നിട്ട് നാളെ മുതൽ വീട്ടിൽ പോയിട്ട് രാത്രിയിൽ സൂത്താറ പ്രാർത്ഥനയ്ക്ക് പകരം ഇത് പ്രാർത്ഥിച്ചോണം. ഏത്? എഴുതി വെക്കുന്ന ആരാണ്ടൊക്കെ. എന്റെ പൊന്നു മക്കളെ നശിപ്പിക്കല്ലേ, ഇങ്ങനെ ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞത്. നമുക്കങ്ങനെ ഒരു റിതമില്ല, നമുക്കങ്ങനെ ഒരു താളമില്ല. സൂര്യകാന്തി പൂ ആരെ നോക്കിയാ വിടരുക? വേഴാമ്പൽ ആരെ നോക്കിയാ കരയുക? ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു താളമുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ കറങ്ങുന്നതിന് എന്തുണ്ട്? ഒരു കുള്ളൻ ഗ്രഹം ഇപ്പൊ കാണാനില്ല. ആര്? ഏത്? പ്ലൂട്ടോ. എന്തുകൊണ്ട്? അതിന് സ്വന്തമായി ഒരു ഭ്രമണ പദമില്ലാത്തത് കൊണ്ട് ഈ പ്ലൂട്ടോ ഇപ്പൊ എന്തില്ല? കാണാനില്ല. അതിപ്പോ ഗ്രഹങ്ങളുടെ പട്ടികയിലില്ല, സോളാർ സിസ്റ്റത്തിലില്ല. നമുക്കൊരു ഭ്രമണ പദമുണ്ടെങ്കിലേ നമുക്ക് എന്തുള്ളൂ? നിലനിൽപ്പുള്ളൂ, നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. നമുക്ക് സമയത്തിന് വല്ല വിലയുണ്ടോ? സമയത്തിന് വല്ല വിലയുണ്ടോ എന്ന് അമേരിക്കയിൽ ചെന്ന് ഉസൈൻ ബോൾട്ടിനോട് ചോദിച്ചാൽ മതി. ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടിത്തീർന്നത് എത്ര സെക്കൻഡ് ഉണ്ടെന്നറിയാമോ? 30? എത്ര? കേട്ടില്ല. 9? 9.58. ഉസൈൻ ബോൾട്ടിനോട് ചോദിച്ചാൽ മതി സമയത്തിന് വില. 9 സെക്കൻഡ് വല്ല നീളമുണ്ടോ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും സമയത്തിന് വിലയുണ്ടോന്ന്. പരീക്ഷാ ഹാളിൽ അവസാനത്തെ 5 മിനിറ്റ്. എന്നാ തിരക്കാതെ അല്ലേ? സമയത്തിന് വിലയുണ്ടോ? ഉണ്ടോ? നമുക്ക് സമയത്തിന് വിലയില്ലാത്ത ദിവസം ഏത് മാത്രമാ? ഏത് മാത്രം? ഉറക്കെ പറയൂ. മദ്ബഹ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. ഏത് ദിവസമാ? നിങ്ങൾ സത്യമുള്ള ആളുകൾ തന്നെ. നമോവാകം കേട്ടോ. ഇത് നിങ്ങൾക്ക് അടിക്കുന്ന കൈയടിയാണോ എനിക്കടിക്കുന്ന കൈയടിയാണോ? നിങ്ങൾക്ക് തന്നെ അടിക്കുന്ന കൈയടി. എനിക്ക് മനസ്സിലായി. ഒരു റിതമിക് ലൈഫ് എന്ന് പറയുന്നത് ഒരു താളമാണ്. അതുകൊണ്ട് പെസഹ കുഞ്ഞാടിന്റെ സംസ്കാരം 1 വയസ്സ് പ്രായമുള്ള അതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ കൂടെ, ഏറ്റവും നല്ല സമയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ സംസ്കാരമാണ്, ഈ മാതൃക നിങ്ങളുടെ ശുശ്രൂഷ സംസ്കാരമാണ്. ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ. നമ്മുടെ ധ്യാനത്തിന്റെ പകുതി ഇവിടെ അവസാനിക്കുകയാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. ഇസഹാക്കിന്റെ സംസ്കാരം മലയ്ക്ക് താഴെ ചോദ്യങ്ങളാകാം, മലയ്ക്ക് മുകളിൽ. രണ്ടാമത്തെ സംസ്കാരം ഏത്? അതിന്റെ ഉദാഹരണം എന്താ? പഴകും തോറും വീര്യം കൂടും. പഴകും തോറും കളഞ്ഞിട്ട് പോകരുതേ. മുറിയുടെ മൂലയ്ക്ക് മടക്കി വെക്കരുതേ, അലമാരിയുടെ മൂലയ്ക്ക് മടക്കി വെക്കരുത്. ഏത്? കുപ്പായം. 3, 1 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം ആര് പ്രതീക്ഷിക്കുന്നുണ്ട്? ആര് പ്രതീക്ഷിക്കുന്നുണ്ട്? ആര് പ്രതീക്ഷിക്കുന്നുണ്ട്? ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരോ ആയിക്കോട്ടെ, ഒരുപക്ഷെ പാടാൻ കഴിവില്ലായിരിക്കാം, വായിക്കാൻ കഴിവില്ലായിരിക്കും, ഈണമില്ലായിരിക്കാം. പക്ഷെ എന്തില്ലെങ്കിലും ദൈവം ഉപയോഗിച്ചാൽ ആരാവും? ചങ്ങമ്പുഴ കർത്താവിനെ കുറിച്ച് പാടിയ 2 വരി. ചങ്ങമ്പുഴ കേട്ടിട്ടില്ലേ? ചങ്ങമ്പുഴ ആരാണ്? സിനിമ നടനാണോ? പരമാത്മ ചൈതന്യ സിദ്ധിയുണ്ടെങ്കിൽ വെറുമൊരാശാരിയും സിദ്ധനായിടാം. ഒരു ഹൈന്ദവനായ പഴയ കവി തമ്പുരാനെ കുറിച്ച് പാടിയത് എന്താ? പരമാത്മ ചൈതന്യ സിദ്ധിയുണ്ടെങ്കിൽ വെറുമൊരാശാരിയും സിദ്ധനായിടാം. ആരെക്കുറിച്ചാ? ആരെക്കുറിച്ചാ? പരമാത്മാവിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ ആശാരി പോലും ആരായിട്ട് മാറി? സിദ്ധനെന്ന് പറയുന്നത് പോലെ. ഒരുപക്ഷെ കഴിവില്ലെന്ന് നീ പറയരുത്. നിന്നിൽ നിന്ന് തമ്പുരാൻ പ്രതീക്ഷിക്കുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. തമ്പുരാൻ എടുത്തോളും നിന്നെ. 4 നമ്മുടെ ധ്യാനത്തിന്റെ 2ാം പകുതി ഏതാണ്ട് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. അഭിഷേക തൈലം എന്ന സംസ്കാരം ആരുടെ തലമേൽ ഇരിക്കുന്നു? ആരുടെ തലമേൽ? ഇതുവരെ ശ്രദ്ധിച്ചു. ഒരു ചെറിയ ആർക്കെങ്കിലും വെള്ളം കുടിക്കാൻ പോണോ?
ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചുമതലപ്പെട്ടവരെന്നോട് പറഞ്ഞു, ഇടയ്ക്ക് ബ്രേക്ക് വേണമെങ്കിൽ ആവാന്ന്. പക്ഷെ ഇതുവരെ ആരും ഇറങ്ങിപ്പോയിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ആർക്കും ദാഹിക്കുന്നില്ലല്ലോ. ഉറപ്പാണല്ലോ. കണ്ടിന്യൂ ചെയ്യാലോ. അഭിഷേകതൈലം വീണ നമ്മുടെ അഭിഷേകതൈലം നമ്മുടെ തലയ്ക്ക് മീതെയുള്ള എന്താണ്? സംസ്കാരം. ഈ 4 മീറ്റർ വസ്ത്രം നമ്മുടെ എന്താണ്? ഒരു സംസ്കാരമാണെങ്കിൽ, നാലാമത് നാം വിശുദ്ധ വചനത്തിൽ നിന്നും കണ്ടെത്തേണ്ട സംസ്കാരം എമ്മൗസിലെ ശിഷ്യന്മാരുടെ സംസ്കാരം. എമ്മൗസിലെ ശിഷ്യന്മാരുടെ സംസ്കാരം ഏതാണ്? എമ്മൗസ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഏവങ്കേലിയോൻ എങ്ങാനും കേട്ടിരുന്നോ? അതൊക്കെ പുറത്തു നിൽക്കുന്നവർ കേട്ടുള്ളൂ, ഞങ്ങൾ അകത്ത് നിൽക്കുന്നവർ കേൾക്കാറില്ല. യെരുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയി ആര്? ശിഷ്യന്മാർ. 2 ശിഷ്യന്മാർ പോയപ്പോൾ അവരുടെ കൂടെ ആര് കയറി നടന്നു? അവർ കർത്താവിനെ അറിഞ്ഞോ? ഇല്ല. യെരുസലേമിൽ നിന്ന് എങ്ങോട്ടാ പോയെ? എമ്മൗസിലേക്ക്. അവിടെ ചെന്നു. എവിടെ ചെന്നു? എമ്മൗസിൽ ചെന്നു. രാത്രി അത്താഴം കഴിക്കാനിടുന്നു. ആരൊക്കെ? യേശുതമ്പുരാൻ ശിഷ്യന്മാരോട്. അത്താഴത്തിന്റെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോ അവർക്ക് എന്നാ പറ്റി? കണ്ണു തുറന്നപ്പോ അവർ ആരെ അറിഞ്ഞു? യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്തു ചെയ്തു? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തു ചെയ്തു? അവരെന്ത് ചെയ്തു? അവരപ്പ തന്നെ ആ നാഴികയിൽ തന്നെ എവിടോട്ട് തിരിച്ചുപോയി? യെരുസലേമിലേക്ക്. ഞാൻ പറഞ്ഞത് ഇതാണ്, അഭിഷേകതൈലം എന്ന സംസ്കാരമുള്ള നമ്മൾ വിശുദ്ധ വചനത്തിൽ നിന്നും കണ്ടെത്തേണ്ട 4ാമത്തെ സംസ്കാരം എമ്മൗസിലെ ശിഷ്യരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ പൊടിപിടിച്ച ജീവിതക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യെരുസലേം ആ ദേവാലയം നിൽക്കുന്ന സ്ഥലമാണ്, സമാധാനത്തിന്റെ നഗരമാണ്. അതിന് പുറംതിരിഞ്ഞു പോകുമ്പോ ഓരോ കുർബാന കഴിയുമ്പോഴും എന്ന് പറഞ്ഞാൽ അപ്പം നുറുക്കി കൊടുത്തപ്പോഴും ആരുടെ കണ്ണു തുറന്നേ? ശിഷ്യന്മാരുടെ. അത് കഴിഞ്ഞപ്പോ അവരെങ്ങോട്ട് തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഓരോ കുർബാനയും ഒരു യു-ടേൺ എടുക്കാനുള്ള വിളിയാണ്. നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണമേ, എന്റെ മുഖത്തൊന്ന് നോക്കണമേ എന്ന് പറഞ്ഞാൽ, എമ്മൗസിൽ ചെന്ന ശിഷ്യന്മാർ അപ്പം എടുത്ത് നുറുക്കി വാഴ്ത്തി അവരുടെ കൈ കിട്ടിയപ്പോ, കുർബാന അനുഭവിച്ചപ്പോ അവരെന്ത് ചെയ്തു? തിരിച്ചുപോയി. യു-ടേൺ എടുത്തു. അങ്ങോട്ട് പോയവരെന്ത് ചെയ്തു? തിരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച 11:30 മണി കഴിഞ്ഞാൽ പിറ്റേ ഞായറാഴ്ച വരെ നമുക്ക് പള്ളിയിലെ സ്വഭാവമാണോ? യെസ് ഓർ നോ? പള്ളിയിലെ സ്വഭാവമാണോ? അതുകൊണ്ടല്ലേ പലതും വരുമ്പോൾ നമ്മൾ പറയുന്നത്, എടാ അതങ്ങ് അവിടെ പറഞ്ഞാൽ മതി, ആ പള്ളി പറഞ്ഞാൽ മതി, കാരണം പള്ളി വേറെ എന്ന് പറഞ്ഞാൽ. നമ്മൾ മദ്ബഹായിലെ ശുശ്രൂഷകരാണെങ്കിലും ഓരോ ഞായറാഴ്ചയ്ക്ക് ശേഷവും നമ്മൾ എങ്ങോട്ട് പോകുന്നുണ്ട്? യെരുസലേമിന് പുറംതിരിഞ്ഞുള്ള എമ്മൗസിലേക്ക്, ഈ ലോകത്തിന്റെ വിവിധ കളങ്കങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഞായറാഴ്ച ആരാധന, ഈ അപ്പം നുറുക്കൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശുശ്രൂഷക സഹോദര, നിനക്കൊരു യു-ടേണാ ഓരോ ഞായറാഴ്ചയും. എങ്ങോട്ട് തിരിച്ചു വരാൻ? ദൈവത്തിങ്കലേക്ക്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായെങ്കിൽ ഒന്ന് കൈവക്കിയേ. മനസ്സിലായവർ മാത്രം കൈവക്കിയാൽ മതി, ഇല്ലാത്തൊരു കൈവക്കണ്ട, കൈതാത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ ഞായറാഴ്ചയും നമ്മൾ എമ്മൗസിൽ നിന്ന് എങ്ങോട്ട് യു-ടേൺ എടുക്കണം? ഉറക്കെ പറഞ്ഞോളൂ. ഇതൊരു ഓൾട്ടർനേറ്റീവ് എനർജിയാണ്, ഒരു പ്രതിചാലക ഊർജമാണ്. എന്താണ്? ഫിസിക്സിലെ വാക്കാണ് ഓൾട്ടർനേറ്റീവ് എനർജി. അവരൊരു യു-ടേൺ, നേരെ തിരിഞ്ഞു നടന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്ന 3 പേരെ കാണാം. പഴയ നിയമത്തിൽ ഹാഗാർ ഒളിച്ചോടിയ ആളാ, യാക്കോബ് ഒളിച്ചോടിയ ആളാ, മോശ ഒളിച്ചോടിയ ആളാ. ഇതിൽ മോശയും യാക്കോബും ഒളിച്ചോടിയെടുത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു വരുന്നുണ്ട്, യു-ടേൺ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ഐഡന്റിറ്റിയാ. ഞാൻ കറുപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ഏതാ? പച്ചയും ചുവപ്പും അല്ല, ഏതാ? ഇതൊരു വലിയ ഐഡന്റിറ്റിയാ. ഇതിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാനാകില്ല. എങ്ങോട്ട് തിരിച്ചു വന്നേ നോക്കുകയുള്ളൂ? നീ നിന്റെ ജെറുസലേമിലേക്ക്, ജെറുസലേം ഏതാ? മദ്ബഹായിലേക്ക് എന്ത് ചെയ്തേ നോക്കുകയുള്ളൂ? തിരിച്ചു വന്നേ നോക്കുകയുള്ളൂ. ഈ തിരിച്ചുവരവിന്റെ ഓൾട്ടർനേറ്റീവ് എനർജി. ചരിത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. കർത്താവ് പിടിക്കപ്പെട്ടൊക്കെ ക്രൂശിക്കപ്പെട്ട രാത്രിയിൽ നമ്മുടെ ശീമോൻ പത്രോസ്, പുള്ളി ഇത്തിരി ഭീരുവായിരുന്നല്ലോ ചില സമയത്ത്, അന്ന് രാത്രിയിൽ ആരും കാണാതെ റോമാനഗരം വിട്ടു പോകുന്നുണ്ട്. ആരും കാണാതെ ഇരുട്ടത്ത് റോമാനഗരം വിട്ടു പോകുമ്പോൾ ഒരു ഇടുങ്ങിയ വഴി കൂടെ നഗരത്തിന് പുറത്തു കിടക്കുമ്പോൾ ആരോ ഒരാൾ എതിരെ വരുന്നു. ആരാന്ന് അറിയത്തില്ല, ഇരുട്ടത്താണ്. അയാൾ പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു, കോവാദീസ്. എന്താ ചോദിച്ചത്?
ആ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്. എന്തെന്നറിയാം? നീ എവിടെ പോകുന്നു? എന്താ? ഈ ശബ്ദം കേട്ടപ്പോ പത്രോസിന് മനസ്സിലായി, ദൈവം ഈ ശബ്ദം പരിചയമുണ്ടല്ലോ. ആളെ പരിചയമില്ലെങ്കിലും പത്രോസിന് മനസ്സിലായി ഈ ശബ്ദം എന്തുണ്ട്? പരിചയമുണ്ട്. ആളിനെ പിന്നെ കണ്ടില്ല. പത്രോസിന് മനസ്സിലായി ഇതാരാ? തന്റെ ഗുരുവിന്റെ ശബ്ദമായി രാത്രിയിൽ കേട്ടത്. പത്രോസ് എന്ത് ചെയ്തെന്നറിയാം? അവിടെ നിന്ന് യൂറ്റേൺ എടുത്തു. അതുകൊണ്ട് വേണ്ടാധീനങ്ങളിലേക്ക് പോകുമ്പോ, ഏതെങ്കിലും കുരുത്തക്കേടുകളിലേക്ക് പോകുമ്പോ, നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോ നമ്മുടെ അകത്ത് കേൾക്കേണ്ട ഒരു ശബ്ദമാണ് ഗുരുവിന്റെ ശബ്ദം. എന്താ? ഖോവാദീസ്. എന്താ? ഉറക്കെ പറഞ്ഞേ. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ എവിടെ? അതുകൊണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കുന്ന ആൾട്ടർനേറ്റീവ് എനർജി? ഏത് ഫോണിൽ സംസാരിക്കുന്നു എന്നതാണോ, എന്ത് സംസാരിക്കുന്നു എന്നതാണോ പ്രാധാന്യം? ഉത്തരം പറയണം. ഏത് ഫോണിൽ സംസാരിക്കുന്നു എന്നതാണോ, എന്ത് സംസാരിക്കുന്നു എന്നതാണോ? പക്ഷെ നമുക്കോ? ഏത് ബൈക്കിൽ പോകുന്നു എന്നതാണോ, എങ്ങോട്ട് പോകുന്നു എന്നതാണോ? ഏത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതാണോ, എങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണോ? നമുക്കോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് എന്ത് തരിക? നമ്മൾ വലിയ ലെനോവോയുടെ വലിയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു വില കിട്ടുന്നു. നമ്മൾ 200cc പൾസർ ഉപയോഗിക്കുമ്പോൾ 4 പേരുടെ മുമ്പിൽ നമുക്ക് എന്ത് കിട്ടുന്നു? വില കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണം, ആ കബറിന്റെ അപ്പുറത്ത് ഉച്ചയ്ക്ക് പോയി നോക്കണം. നമ്മുടെ വീട്ടിലുള്ളതിന്റെ അത്രേ പോലും ഈടിട്ടതല്ലാത്തൊരു കട്ടിൽ ആ മുറി കിടപ്പുണ്ട്. ആരുപയോഗിച്ചതാ? അതിനേക്കാൾ നല്ല കട്ടിൽ ആരുടെ വീട്ടിലുണ്ട്? അതിനേക്കാൾ വീതിയുള്ള കട്ടിൽ നമ്മുടെ വീട്ടിലല്ലേ? അതിനേക്കാൾ പോളിഷ്ഡായ കട്ടിൽ നമ്മുടെ വീട്ടിലല്ലേ? പക്ഷെ ആ കട്ടിലിന്റെ അടുത്ത് ആരെങ്കിലും വരുമോ? എന്നിട്ടും ഈ കട്ടിലിന്റെ അടുത്ത് ആളുകൾ വരുന്നത് എന്തുകൊണ്ടാ? പരുമലത്തിരുമേനി ഉപയോഗിച്ചത് കൊണ്ട് ആ കട്ടിലിന് എന്തുണ്ടായി? വിലയുണ്ടായി. മനസ്സിലായി മക്കളെ? അപ്പൊ നമ്മൾ വിചാരം നമ്മൾ ചിലത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വിലയുണ്ടാകുമെന്ന അല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ സാധനങ്ങൾക്ക് എന്തുണ്ടാകണം? അതുകൊണ്ട് ഇങ്ങനെ പോരാ, സാധാരണക്കാരെ പോലെ അല്ല നമ്മൾ നമുക്കൊരു ഒരു പ്രതിചാലക ഊർജം, ലോകത്തിന് അനുരൂപമായി പോകാതെ. ശരിക്കും ശുശ്രൂഷകരെ ഫ്രീക്കന്മാരെ ആരെയും ഞാനിവിടെ കാണുന്നില്ല. പലയിടത്തും കൊണ്ട് ഫ്രീക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ലേവിയ പുസ്തകം 19:27 എന്ന് വായിക്കുന്ന നല്ലതാണ്. താടിയുടെ അറ്റം വിരൂപമാക്കരുതെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് വചനം പറയുന്ന ചില ശക്തമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ ശുശ്രൂഷകർക്കും ബാധകമാണ്. ഒരു തിരിഞ്ഞുപോക്ക്. എല്ലാവരും ചിരിക്കുമ്പോൾ ചിരിക്കാതെ ചിന്തിക്കുന്നതാണ് ഓൾട്ടർനേറ്റീവ് എനർജി. എല്ലാവരും മല ഇറങ്ങുമ്പോൾ മല കയറുന്നതാണ് ഓൾട്ടർനേറ്റീവ് എനർജി. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്നതാണ് ഓൾട്ടർനേറ്റീവ് എനർജി. എല്ലാവരും നഗരങ്ങളിലേക്ക് പോകുമ്പോൾ മരുഭൂമിയിലേക്ക് പോകുന്നതാണ് ഓൾട്ടർനേറ്റീവ് എനർജി. ഒരു തിരിഞ്ഞു നടത്തം പാടാണ് എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷക്കാരെ. അതുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കേണ്ട ഓൾട്ടർനേറ്റീവ് എനർജി. നമുക്കെല്ലാം വാട്സാപ്പ് വേണം. വാട്സാപ്പുള്ള ഒരു കൈപൊക്കെ മോശമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വാട്സാപ്പ് എടുക്കണം. എല്ലാവരും വാട്സാപ്പ് എടുക്കണം. ഞാൻ പറഞ്ഞ വാട്സാപ്പ് നിങ്ങൾ ഉദ്ദേശിച്ച വാട്സാപ്പ് അല്ല. കൊലോസ്യർ 3:1 വാട്സാപ്പിന്റെ മലയാളം എന്താ? വാട്ടെന്ന് പറഞ്ഞ എന്താ? അപ്പെന്ന് പറഞ്ഞെന്താ? വാട്സ് അപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താണ് ഉയരത്തിൽ? കൊലോസ്യർ 3:1 എന്താ? ഉയരത്തിലുള്ളത് മദ്ബഹ ശുശ്രൂഷകൻ എന്തോ വേണം? കേട്ടില്ല. വാട്സാപ്പ് വേണം. ഏത് വേണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലേക്ക്. ആ സമയത്ത് നമ്മുടെ ബോധം എങ്ങോട്ടാ പോവുക? ബോധം പൊതുവെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോവുക ആ സമയത്ത് ബോധം? അതുകൊണ്ട് എല്ലാവർക്കും എന്ത് വേണം? ഇപ്പൊ കൈയടിക്കണ്ടേ? നമുക്കൊരു പുതിയ വാട്സാപ്പിലെ കുറിച്ചുള്ള അന്വേഷണം വേണം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് പലരും തുബ്ദാൻ സമയത്ത്. സത്യമല്ലേ? ഇല്ല. നന്നായിരിക്കട്ടെ. അപ്പൊ നിങ്ങളായിരിക്കില്ല, വേറെ ആരോ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്കൊരു ഓൾട്ടർനേറ്റീവ്, ഒരു തിരിഞ്ഞു നടക്കരുത്. യു ടേണിന്റെ സംസ്കാരം
ഒരു പുതിയ യൂടേണിന്റെ സംസ്കാരം. ലേവ്യർ, പഴയ നിയമത്തിൽ ശുശ്രൂഷകർ ലേവ്യർ ഉയരത്തിലേക്ക് നോക്കിയതാണ് ശുശ്രൂഷ ചെയ്തത്. കാരണം മേഘം ഉയരുമ്പോൾ അവർ സമാഗമന കൂടാരം നീക്കും, മേഘം താഴുമ്പോൾ അത് പണി നിർത്തും എന്ന് പറഞ്ഞാൽ ലേവ്യർ ഉയരത്തിലേക്ക് നോക്കിയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്, ആരാധനയുടെ തീരുമാനങ്ങൾ പഴയ നിയമത്തിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഉയരത്തിലേക്ക് നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന. അഞ്ചാമതായി 4 സംസ്കാരങ്ങൾ. അഭിഷേക തൈലം എന്ന സംസ്കാരം നമുക്കൊരു പാഠമാണെങ്കിൽ 5 പുതിയ നിയമത്തിൽ നിന്നും തീമോത്തിയോസിന്റെ സംസ്കാരം. തീമോത്തിയോസിന്റെ സംസ്കാരം 2 വാക്യങ്ങൾ ഞാൻ പറയും. തീമോത്തിയോസ് ആരാണ്? തീമോത്തിയോസ് ആരാണ്? ഒരാള് നല്ല കൂർക്കം വലിക്കുന്നില്ലെന്നേ ഉള്ളൂ, നല്ല ഇറക്കായിട്ടുണ്ട് കേട്ടാ. തീമോത്തിയോസ് ആരാണ്? ഞാൻ ചുമ്മാ പറഞ്ഞു, അതുകൊണ്ട് ഉറങ്ങാൻ സാധ്യതയുള്ളവരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇല്ല കേട്ടാ, നിങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. തീമോത്തിയോസ് ആരാണ്? ആരാണ്? ആരോ ആണല്ലേ. പൗലോസ് ലീഹായുടെ സഹപ്രവർത്തകരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിരുന്നു. ആര്? തീമോത്തിയോസിന്റേതായി എത്ര ലേഖനങ്ങൾ ബൈബിളിലുണ്ട്? തീമോത്തിയോസിന്റേതായി തെറ്റി. തീമോത്തിയോസിന്റേതായി ഒരു ലേഖനങ്ങളും ബൈബിളിലില്ല. മറിച്ച് പൗലോസിന്റേതായി തീമോത്തിയോസിനുള്ള എത്ര ലേഖനങ്ങളുണ്ട്? അത് തന്നെ. അച്ഛൻ ഇങ്ങനെയാണോ? ഇതാണോ സ്വഭാവം അല്ലേ? തീമോത്തിയോസിനുള്ള എത്ര ലേഖനങ്ങളുണ്ട്? 2 തീമോത്തിയോസ് 1:5, 2 Timothy chapter 1 verse 5. അവിടെ തീമോത്തിയോസിനെ കുറിച്ച് പൗലോസ് ലീഹ പറയുന്നു, വിശ്വാസത്തെ കുറിച്ചാ. നിന്റെ വിശ്വാസം, കേട്ടോണേ എന്നെ നോക്കിക്കോണേ, ഈ നിന്റെ വിശ്വാസം. ആരുടെ വിശ്വാസം? തീമോത്തിയോസിന്റെ വിശ്വാസം. ആരുടെ വിശ്വാസം എന്നറിയാം? നിന്റെ വല്യമ്മ ലോവീസിന്റെ, നിന്റെ അമ്മ യുനീക്കയുടെ. ആരുടെ വിശ്വാസം? വല്യമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഒക്കെ വിശ്വാസം നിനക്കുണ്ട്. ആർക്കുണ്ട്? ഞാൻ ഇനി പറയുന്ന വാക്ക് കേട്ടോണം. ഇതിന്റെ പേരാണ് ട്രഡീഷണൽ ഫെയ്ത്ത്. എന്താ? ഉറക്കെ പറഞ്ഞേ. പാരമ്പര്യ വിശ്വാസം. എന്താ? അത് ആർക്കുണ്ടായിരുന്നു? തീമോത്തിയോസിനുണ്ടായിരുന്നു. ഇനി ഒരു വാക്യം കൂടെ ഞാൻ പറയാൻ പോവാ. 2 തീമോത്തിയോസ് 3:14-15. അവിടെ ഇങ്ങനെയാണ്, മകനെ തീമോത്തിയോസേ, നീ ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിയുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. തീമോത്തിയോസിനോട് പറയാണ്, നീ കൊച്ചിലെ പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്, അതിലെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് തീമോത്തിയോസിന്റെ വിശ്വാസം. ആരുടെ വിശ്വാസം? വല്യമ്മച്ചിയുടെ. എന്നെ നോക്കിക്കേ, വല്യമ്മച്ചിയുടെ അമ്മച്ചിയുടെ. ആ വിശ്വാസത്തിന് അച്ഛൻ വിളിച്ച പേരെന്താ? ട്രഡീഷണൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യ. രണ്ടാമത്തത്, നീ ബാല്യം മുതലേ അറിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസമുണ്ട്. ഇറ്റ്സ് കോൾഡ് എക്സ്പീരിയൻസ്ഡ് ഫെയ്ത്ത്. എന്താണ്? ഇത്തിരി കട്ടിക്ക് പറഞ്ഞോളൂ. എന്താ എന്ന് പറഞ്ഞാൽ രുചിച്ചറിയുന്ന വിശ്വാസം. എന്താ? ഉറക്കെ പറഞ്ഞേ. ഒരു പഞ്ചസാര എന്ന് ഞാനൊരു പേപ്പറിനകത്ത് എഴുതി നിങ്ങളുടെ കൈ തന്ന് നക്കി നോക്കിയാൽ മധുരം കാണോ? അത് വായിച്ചറിയുന്ന വിശ്വാസം, വായിച്ചറിയുന്ന രുചിയാ. മറിച്ച് പഞ്ചസാര എന്ത് ചെയ്യണം? തരണം. പഞ്ചസാര നക്കി നോക്കിയാൽ അത് കാണും. ഇതാണ് എക്സ്പീരിയൻസ്ഡ് ഫെയ്ത്ത്. വായിച്ചറിയുന്ന വിശ്വാസം വേറെ. ശുശ്രൂഷകന് മാതൃകയുള്ള സംസ്കാരമാണ് തീമോത്തിയോസിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥത്തെന്നറിയാം. തീമോത്തിയോസിൽ എത്ര തരം വിശ്വാസം ഉണ്ടായിരുന്നു? 2 തരം. ഒന്ന്, സ്ട്രെച്ചർ വല്ലതും എടുക്കണോ? വേണ്ട. ഒന്ന് ട്രഡീഷണൽ ഫെയ്ത്ത്, പാരമ്പര്യം. നമുക്കും ഉണ്ട്. നമ്മുടെ അപ്പനപ്പന്മാർ ആരായിരുന്നു? ഓർത്തഡോക്സുകാരായിരുന്നു. നമ്മളും ആരായി? നമുക്ക് പാരമ്പര്യ വിശ്വാസം ഒരു സൈഡിലുണ്ട്. മറുവശത്ത് നമുക്ക് എന്തോ ഉണ്ട്? എന്തോ വേണം? നിങ്ങൾ ഈ ഇടത് കൈ ഇങ്ങനെ എടുത്തേ, ഇത് വലത് കൈയല്ലേ? എന്നാ ഇത് വലത് കൈ എടുത്തേ. ഇതിന്റെ പേരാണ്, ഇങ്ങനെ പിടിച്ചാൽ മതി, ഇതിന്റെ പേരാണ് ട്രഡീഷണൽ ഫെയ്ത്ത്. എന്താ? ഇടത് കൈ എടുത്തേ, ഇങ്ങനെ പിടിച്ചേ, ഇതിന്റെ പേരാണ് എക്സ്പീരിയൻസ്ഡ് ഫെയ്ത്ത്. വലത് കൈയുടെ പേരെന്താ? ഇടത് കൈയുടെ പേരെന്താ? സത്യം മാത്രമേ പറയാവൂ. നമുക്ക് ട്രഡീഷണൽ ഫെയ്ത്ത് ആണോ എക്സ്പീരിയൻസ്ഡ് ഫെയ്ത്ത് ആണോ കൂടുതൽ? ആ കൂടുതലുള്ള കൈ ഒന്ന് പൊക്കിക്കേ. വലത് കൈയാണോ ഇടത് കൈയാണോ? ഭൂരിഭാഗം പേരും ട്രഡീഷണൽ ഫെയ്ത്തിന്റെ കൈയാ പൊക്കിയ. കൈ താത്തിട്ടോ. ഒരു ശുശ്രൂഷകനുണ്ടായിരിക്കേണ്ട സംസ്കാരം ഈ ട്രഡീഷണൽ ഫെയ്ത്തിനോടൊപ്പം ഏതും വേണം. ഏതും വേണം. ഓരോ കുർബാനയും നമ്മളിങ്ങനെ കണ്ടു മടങ്ങുക. വല്ലതും തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് വല്ലോ? ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നു. മുരുകൻ കട്ടാക്കടന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ്? ക്രിക്കറ്റ് സ്റ്റാർ ആണോ?
ആരാണ്? കവി. അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. പേര് കേൾക്കുമ്പോ അറിയാം ആരാ? മുരുകൻ കാട്ടാക്കട വിശുദ്ധ കുർബാനയെ കുറിച്ച് ചൊല്ലിയ 2 വരികൾ എന്നെ വല്ലാതെ ഒന്ന് പൊള്ളിച്ചു കളഞ്ഞു. കുറച്ചാളും ഞാൻ കേട്ടു. കുർബാനയെ കുറിച്ച് ഒരു ഹൈന്ദവൻ എഴുതിയതാ. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ, പല കൊടുങ്കാറ്റടക്കിയോനുണ്ടെന്നറിയുക നേരിൽ. വല്ലോ മനസ്സിലായോ? ഇല്ല, ഞാൻ ഒന്നുകൂടെ പാടാമെന്ന് കേൾക്കണേ. അദ്ദേഹം പാടുകയാണ്, ഒരിക്കൽ പോലും കുർബാന അനുഭവിച്ചിട്ടില്ലാത്ത ഈ ഹൈന്ദവൻ, ഈ കവി പാടുക: ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ, പല കൊടുങ്കാറ്റടക്കിയോനുണ്ടെന്നറിയുക നേരിൽ. വല്ലോ മനസ്സിലായോ? എന്തോ മനസ്സിലായി? ഒരു ടേബിൾ ഫാനിന്റെ കാറ്റത്ത് പറന്നു പോകാനുള്ളതേ ഉള്ളൂ പീലാസായിലെ കുർബാനയപ്പം. എന്താ? ഒരു ചെറുകാറ്റത്ത് പറന്നു പോകാനുള്ളതേ ഉള്ളൂ കുർബാനയപ്പം. പക്ഷെ അദ്ദേഹം പാടുക, അതിൽ ആരുണ്ട്? പല കൊടുങ്കാറ്റടക്കിയോൻ ഉണ്ട്. എനിക്ക് തോന്നി, എന്റെ ദൈവമേ, ഇത്ര ആഴമായ ഒരു കാഴ്ച ഒരു ഹൈന്ദവന്റെ കണ്ണിൽ കർത്താവിന്റെ തിരുശരീരത്തെ കുറിച്ച് കൊടുത്തല്ലോ. അടുത്ത് നിൽക്കുന്ന നമുക്ക് ഇത്ര വിശ്വാസം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് കൊടുങ്കാറ്റാ അടക്കാനുള്ളത്? നമ്മുടെ വേദനയുടെയും ഭാരത്തിന്റെയും ദുഃഖത്തിന്റെയും ടെൻഷന്റെയും ഒക്കെ കൊടുങ്കാറ്റ് ഈ ചെറുകാറ്റത്ത് പറന്നു പോകാൻ സാധ്യതയുള്ള കുർബാനയപ്പത്തിന്റെ തുണ്ടിൽ ഉണ്ട്. ഇതാണ് ആഴമായ ഫെയ്ത്ത്. ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ഫെയ്ത്ത് എന്നുമുണ്ട്, വിശ്വാസത്തിന് ബിലീഫ് എന്നും പേരുണ്ട്. എന്തുണ്ട്? ഒരു വാക്കെന്താ? രണ്ടാമത്തെ വാക്കെന്താ? ബിലീവ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഫെയ്ത്ത്, ബിലീഫ് എന്ന് പറഞ്ഞാൽ ഈസ് കമ്മിങ് ഫ്രം ഇൻഫർമേഷൻ ആൻഡ് നോളജ്. അറിവിൽ നിന്നും വായനയിൽ നിന്നും കിട്ടുന്ന ബിലീഫ്. ഫെയ്ത്ത് ഈസ് കമ്മിങ് ഫ്രം റെവലേഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ബിലീഫ് ഈസ് കമ്മിങ് ഫ്രം ഇൻഫർമേഷൻ ആൻഡ് നോളജ്, അറിവിൽ നിന്ന്. എന്നാൽ ഫെയ്ത്ത് ഈസ് കമ്മിങ് ഫ്രം റെവലേഷൻ, വെളിപ്പാടിൽ നിന്ന്. അവസാനമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുക. എന്താ അച്ഛൻ ഇതുവരെ പറഞ്ഞത്? അഭിഷേക തൈലം എന്ന സംസ്കാരം, വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്ന സംസ്കാരം നിന്റെ തലമേൽ ഇരിക്കുന്നത് കൊണ്ട് നാം വചനത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട 6 സംസ്കാരങ്ങൾ. ഒന്ന്, ആരുടെ സംസ്കാരം? ഉറക്കെ പറയുമോ? ഇസ്ഹാക്കിന്റെ സംസ്കാരം. എന്താ പ്രത്യേകത? മലയ്ക്ക് താഴെ ചോദ്യങ്ങളുണ്ട്. മല കയറുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ, എന്നാൽ മല കയറിയാൽ പിന്നെ ചോദ്യങ്ങളില്ല, നിരുപാധികമായ സമർപ്പണം മാത്രം. രണ്ടാമത്തെ സംസ്കാരം, ഉറക്കെ പറഞ്ഞോളൂ. ആ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? പഴകുന്തോറും 6-8 വർഷം കഴിയുമ്പോൾ മടക്കി അലമാരയ്ക്കകത്ത് വെച്ചിട്ട് മറന്നുപോകല്ലേ ഇരുന്ന ഇടം, കുപ്പായത്തിന്റെ. മൂന്നാമത്തെ സംസ്കാരം, പെസഹ കുഞ്ഞ് നടന്ന 1 വയസ്സ് പ്രായമുള്ള ആടിന്റെ സംസ്കാരം. അതിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും നല്ലത് നല്ല സമയത്ത് നമ്മുടെ പ്രായം ആർക്കാവശ്യമുണ്ട്? നാലാമത്തെ സംസ്കാരം, എമ്മൗസിലെ ശിഷ്യന്മാരുടെ സംസ്കാരം. എന്താ അതിന്റെ പ്രത്യേകത? ഓരോ അപ്പത്തുണ്ടിന്റെ അനുഭവവും എന്താകുന്നു? ഒരു യു ടേൺ എടുക്കുന്ന, ഒരു തിരിച്ചുവരവിന്റെ, ഒരു ഓൾട്ടർനേറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന്റെ അനുഭവമാകുന്നു. അഞ്ചാമത്തെ സംസ്കാരം, ഉറക്കെ പറഞ്ഞോളൂ. ഒരു ശുശ്രൂഷകൻ ഉണ്ടാകേണ്ടത് എത്ര തരം വിശ്വാസം? ഒന്ന്, ട്രഡീഷണൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്കുണ്ട്. 2, എക്സ്പീരിയൻസ്ഡ്. അതുണ്ടോ? കുറച്ചുണ്ട്, ഇനി കുറച്ചുകൂടെ ഉണ്ടാവണം. അവസാനമായി ആറാമത്തേത് അഭിഷേക തൈലം എന്ന സംസ്കാരം, വസ്ത്രം ധരിപ്പിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടതിന്റെ സംസ്കാരം. വചനത്തിൽ നിന്ന് പഠിക്കാൻ യാക്കോബിന്റെ സംസ്കാരം. യാക്കോബ് ആരാന്നറിയാമോ? പുതിയ നിയമത്തിലെ ലേഖനം എഴുതിയ യാക്കോബ്, കർത്താവിന്റെ ശിഷ്യൻ. ആരാണ്? യാക്കോബിന്റേതായി എത്ര ലേഖനമുണ്ട്? മുമ്പേ അച്ഛൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങൾ മറുപടി പറയുമെന്ന് അച്ഛൻ പ്രതീക്ഷിക്കേണ്ട. യാക്കോബിന്റേതായിട്ട് എത്ര ലേഖനമുണ്ട്? നമുക്കിതാണ് 1, 2, 3. 1. എത്ര? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുകയല്ല, ഞാൻ കാണിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുള്ളൂ. യാക്കോബിന്റെ സംസ്കാരം എന്തെന്നറിയാമോ? യാക്കോബിന്റെ രീതി, യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വേദശാസ്ത്രമെല്ലാം അറിയാവുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ, അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയിൽ എന്തിനാണ് ഊന്നൽ കൊടുത്തതെന്നറിയാമോ?
ധാർമ്മിക ജീവിതത്തിന് ഊന്നൽ കൊടുത്തു. എന്തിന്? ക്രിസ്ത്യൻ എത്തിക്സിന്. യാക്കോബിന്റെ ലേഖനം മുഴുവൻ പറയുന്നത് എങ്ങനെയാണ്? നാവിനെ സൂക്ഷിക്കണം, ജീവിതത്തെ സൂക്ഷിക്കണം, ധാർമ്മിക ജീവിതം. എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷക്കാരെ, എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, നമ്മൾ എത്ര ക്യാമ്പിന് പോയാലും, നമ്മൾ എല്ലാ ആഴ്ചയും മദ്ബഹായി കയറിയാലും, എല്ലാ ആഴ്ചയും കുർബാന അനുഭവിച്ചാലും ഈ യാക്കോബിന്റെ സംസ്കാരം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു ധാർമ്മിക ജീവിതത്തിന്റെ ശൈലി. എന്താ ധാർമ്മിക? നമ്മൾ ഞായറാഴ്ച വളരെ പോളിഷ്ഡാ, നല്ല സ്വഭാവമാണ്. ഞായറാഴ്ച 4 മണിക്കൂർ നല്ല സ്വഭാവമാണ്. അത് കഴിഞ്ഞാൽ സ്വഭാവം എന്താണ്? അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ലതാ. പക്ഷെ എവിടെയെങ്കിലും നീ മദ്ബഹായിൽ കൈവയ്പ് കിട്ടിയ ആളാണെങ്കിൽ, നുരഞ്ഞു പൊന്തുന്ന ഗ്ലാസ് എടുത്ത് ചിയേസ് പറഞ്ഞ് ചുണ്ടോടടുപ്പിക്കുമ്പോ, കൂട്ടുകാരുമൊത്ത് കമ്പനി കൂടുമ്പോ, ഏത് നഗരത്തിലായാലും എത്ര കാതങ്ങൾ അകലെ ആയാലും ഓർക്കണമേ, നീ കൈവയ്പ് കിട്ടിയ അഭിഷേക തൈലം എന്ന സംസ്കാരം നിന്റെ തലയ്ക്ക് മുകളിലുള്ളവനാണെന്ന്. അശ്ലീല ചിത്രങ്ങളിൽ ആനന്ദം പകരാൻ കണ്ണുകൾ വെമ്പുമ്പോൾ ഓർക്കണമേ, എന്റെ തലമേൽ അഭിഷേക തൈലമെന്ന സംസ്കാരമുണ്ടെന്ന്. അരുതാത്ത കൂട്ടുകെട്ടലുകളിലേക്ക് വഴുതി വീഴുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ ഓർക്കണമേ, അഭിഷേക തൈലമെന്ന സംസ്കാരം എന്റെ ശിരസിന്മീതെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ കണ്ടതാണ്, ഒരു ശുശ്രൂഷക്കാരൻ ശനിയാഴ്ച വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തിന് കുപ്പായിടുന്നതിന് മുമ്പ് നല്ല പയ്യനാ, പോക്കറ്റിൽ കിടന്നൊരു പാൻ പരാഗിന്റെ കവറ്, പ്ലംബിങ്ങിന്റെ പൈപ്പ് മദ്ബഹായുടെ സൈഡ് ഭിത്തിയേക്കൂടെ മേലോട്ട് പോകുന്നുണ്ട്. അതിന്റെ പൈപ്പിനും ഭിത്തിക്കും ഇടയ്ക്കൂടെ കയറ്റി വെച്ചിട്ട് കുപ്പായിട്ട് അകത്ത് കയറി. അവൻ ഞാൻ കാണുന്നില്ല, അവൻ കണ്ടില്ല, ഞാൻ പുറത്ത് കയറും. ശരിക്കും അവൻ നല്ല കുഞ്ഞനെ, കാരണം ഇതും പോക്കറ്റ് ഇട്ടുണ്ടോ കയറിയില്ലല്ലോ. പാൻ പരാഗിന്റെ കവറ് വെള്ളം ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിനും പ്ലംബിംഗ് പൈപ്പിനും ഭിത്തിക്കും ഇടയ്ക്കേക്ക് തിരികെ വെച്ചിട്ട് അകത്തെ കയറി തിരിച്ചു വരുമ്പോ എടുക്കുക. ഇങ്ങനെ ആകരുതേ കുഞ്ഞെ ഒരിക്കലും. നിന്റെ ധാർമ്മിക ജീവിതം വളരെ കറക്റ്റഡ് ആയിരിക്കണം. ചെരുപ്പ് നമ്മൾ പുറത്തൂരിയിടുന്നു എവിടെ കയറുമ്പോൾ, എന്നാൽ നിന്റെ ചെരുപ്പിനേക്കാൾ അഴുക്കുണ്ട് നിന്റെ സ്മാർട്ട് ഫോണിൽ. നിന്റെ ചെരുപ്പിൽ വഴിയിൽ നിന്ന് കിട്ടിയ ചില പൊടിപടലകൾ മാത്രമേ ഉള്ളൂ, എന്നാൽ നിന്റെ ജീൻസിന്റെ പോക്കറ്റിൽ കിടക്കുന്ന സ്മാർട്ട് ഫോണിലെ അഴുക്കും മാലിന്യവുമോ? ചെരുപ്പൂരിയിട്ടില്ലെങ്കിൽ സാരയില്ല, തമ്പുരാൻ പുറത്തോളും. ശരിക്കും മനസാക്ഷിയോട് ചോദിക്കണം ഇതൊക്കെ. ഒരു നീറ്റലോടെ, ഒരു പൊള്ളലോടെ ജീവിതത്തോട് ചോദിക്കണം. ഇന്ന് വരെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ ആമോസിന്റെ മീറ്റിംഗിൽ, ക്യാമ്പിലൊരു തീരുമാനമെടുക്കണം, ഈ ധ്യാനത്തിലൊരു തീരുമാനമെടുത്തിട്ട് നീ നാളെ മുതൽ പുതിയ ശുശ്രൂഷകനായിരിക്കണം. ചെരുപ്പ് മാത്രമല്ല, പലതും പുറത്തു വയ്ക്കാനുണ്ട്, പലതും പള്ളിയിലേക്ക് കൊണ്ടുവരാതിരിക്കണം. അത് കഴിഞ്ഞ് ഉപയോഗിക്കാമെന്നുള്ളത് വേറെ ചോദ്യമാണ്. അതിവിശുദ്ധ സ്ഥലത്തെ മലിനമാക്കരുതെന്നാണ് എടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടത്. നമുക്ക് ഡ്യുവൽ ക്യാരക്ടറാ. അവിടെ ഒരു സ്വഭാവം, മദ്ബഹായിലൊരു സ്വഭാവം, വേറെ ഒരു സ്വഭാവം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഡ്യുവൽ ക്യാരക്ടറുള്ള ഒരാളുണ്ട്, യോന. തമ്പുരാൻ വിസ കൊടുത്തത് ആർക്കുള്ള വിസയാണെന്നറിയാമോ? നിനിവേയിലേക്ക് പോകാൻ ഇവാഞ്ചലിസ്റ്റിന്റെ വിസയാ കൊടുത്തത്. ആരുടെ വിസ? ഉറക്കെ പറഞ്ഞേ. ഇവാഞ്ചലിസ്റ്റിന്റെ വിസ, സുവിശേഷകന്റെ വിസയാ കൊടുത്തത്. പക്ഷേ യോന എന്തെന്നറിയാം? കപ്പലുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് കടൽ തീരത്ത് എന്നിട്ട് ഇവാഞ്ചലിസ്റ്റിന്റെ വിസ മാറ്റിയിട്ട് ടൂറിസ്റ്റിന്റെ വിസ എടുത്തു. എന്ത് ചെയ്തു? എന്തോ ചെയ്തു? ടൂറിസ്റ്റിന്റെ വിസ എടുത്തു. ഇവാഞ്ചലിസ്റ്റിന്റെ വിസയിൽ പോകേണ്ടവൻ ആരുടെ വിസയിൽ പോയി? മദ്ബഹാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നമ്മുടെ വിളി ആരുടെ വിസയാ? നമ്മുടെ ടിക്കറ്റ് ആർക്കുള്ളതാ? ടൂറിസ്റ്റിന്റെ. അത് തന്നെ. ആർക്കുള്ളതാ? നമ്മൾ ടൂറിസ്റ്റിനെ പോലല്ലേ വരിക, അല്ലേ? പുസ്തകം കയ്യിലില്ല, കുപ്പായം പള്ളി വെച്ചേക്കാണ്, വെറുതെ വരികയാണല്ലോ. ടൂറിസ്റ്റിനെ പോലെ വരുന്നു. അല്ല, നിന്റെ വിസ ഏതാ? ടൂറിസ്റ്റ് ആകരുത് കേട്ടോ. അവസാനിപ്പിക്കുക. അഭിഷേക തൈലം എന്ന സംസ്കാരം, വസ്ത്രം ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ട സംസ്കാരം നമ്മുടെ ശിരസിന്മേലുള്ളത് കൊണ്ട് 6 കാര്യങ്ങൾ നാം പഠിക്കേണ്ട, 6 മാതൃകകൾ. മനസ്സിലായില്ലേ? 1, ഇസഹാക്കിന്റെ സംസ്കാരം. 2, എനിക്ക് ഈ ശബ്ദം പോലെ ഉറക്കെ പറയണം, വീഞ്ഞിന്റെ പഴകുന്തോറും വീര്യം കൂടുന്ന. 3, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാടിന്റെ. 4, എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ. 5,
തീമോത്തിയോസിന്റെ സംസ്കാരം 2 പ്രത്യേകതകൾ എന്താ? ട്രഡീഷണൽ ഫെയ്ത്ത് ആൻഡ് എക്സ്പീരിയൻസർ ഫെയ്ത്ത്. 6 യാക്കോബിന്റെ. നിങ്ങൾ ഈ റെഫറൻസസ് ഒക്കെ കുറിച്ച് വയ്ക്കണം, ബൈബിൾ പാസേജ് വായിക്കണം. ഈ ക്യാമ്പിലൂടെ പുതുക്കപ്പെടുന്ന, നവീകരിക്കപ്പെടുന്ന, ജീവിതത്തെ നിർമ്മലമാക്കുന്ന, ചില വേർതിരിവുകൾ ഉണ്ടാകുന്ന, മല കയറുന്ന സംസ്കാരം ഉണ്ടാക്കാൻ കഴിയണം.